നുണ പറയുന്നതിൽ ആരാണ് ഏറ്റവും മുന്നിൽ എന്നത് തർക്കമുള്ള വിഷയമായിരിക്കാം. എന്നാലും ആത്മവിശ്വാസത്തോടെ നട്ടാൽ കുരുക്കാത്ത നുണ പറയുകയും അത് അതേപടി കേൾക്കുന്നവർ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നത് നമ്മുടെ സഖാക്കളും അവരുടെ പാവം അണികളുമാണെന്നതിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അതുമാത്രമല്ല, സ്വയം നുണ പറഞ്ഞിട്ട് സത്യം പറയുന്നവരെ ചൂണ്ടി അവരാണ് നുണ പറയുന്നത്, അത് വിശ്വസിക്കരുത് എന്നൊക്കെ തട്ടിവിടാനും നമ്മളല്ലാതെ മറ്റാരെ സഖാക്കളെ. ഞാനിത് പറയുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ പോയി കാണും. 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുവാൻ മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ KPSC ലളിതയെ അവതരിപ്പിച്ച ഒരു പരസ്യം ഓർമ്മയില്ലേ? LDF വരും, എല്ലാം ശരിയാകുമെന്ന ടാഗ് ലൈനിൽ വന്ന പരസ്യത്തിൽ അവര് പറയുന്ന കാര്യമാണ് നുണ പറയുന്നവരെ തിരിച്ചറിയുക എന്നത്. ഇപ്പോൾ ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങൾ CPM-ന്റെ ടീച്ചർ അമ്മയെ എടുത്തിട്ട് അലക്കുന്നത് കണ്ടതുകൊണ്ടാണ്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അടുത്ത് ചെന്നുള്ള ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടായിരുന്നു അത്. കുറച്ചു നാള് മുൻപ് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ തൊഴിലാളികളുടെ അടുത്ത് ചെന്നിരുന്ന് ഭക്ഷണം കഴിച്ച് ഒരു ഓളം ഉണ്ടാക്കാൻ നോക്കി എയറിൽ കയറിയതുമായിരുന്നു അല്ലെ. മിനിമം അതെങ്കിലും ഓർത്താൽ ശൈലജ ടീച്ചർ ഈ പരിപാടിക്ക് ഇറങ്ങില്ലായിരുന്നു. എന്നാൽ പാർട്ടി CPM അല്ലേ, എയറിൽ കയറുന്നതൊന്നും അവർക്കൊരു വിഷയമേ അല്ല. നമുക്ക് ആ വിഷയം കൂടെ ഒന്ന് നോക്കാം. ടീച്ചർ പാവം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഇടയിൽ ക്ലാസ് എടുക്കുകയാണ്. ക്യാമറയും ചിത്രീകരണവും കാണുമ്പോൾ തന്നെ അറിയാം ടെക്നിക്കൽ ടീം മികച്ചതാണ്. ഇനി തൊഴിലാളികൾ സിനിമയിലെ പോലെ എക്സ്ട്രാ ആർട്ടിസ്റ്റുകളാണോ എന്നത് അറിയില്ല. എന്തൊക്കെ തന്നെയാണെങ്കിലും തങ്ങളുടെ റോള് അവർ ഭംഗിയായിട്ട് തന്നെ നിർവഹിച്ചിട്ടുണ്ട്. വിഷയത്തിലേക്ക് വരാം. ടീച്ചറുടെ ക്ലാസ് തുടങ്ങുന്നത് തന്നെ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയാണ് എന്ന് അവരെ പഠിപ്പിച്ചുകൊണ്ടാണ്. അതുമാത്രമാണ് അതിൽ സത്യമായിട്ട് ആകെ ടീച്ചർ പറയുന്നത്. ഇനി അങ്ങോട്ട് പച്ച നുണകളുടെ വെടിക്കെട്ടാണ്. 2004 ഇടതുപക്ഷം പോരാടി കൊണ്ടുവന്നതാണ് ഇതെന്നാണ് പറയുന്നത്. 2004 കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ ഒരു വാഗ്ദാനമായിരുന്നു മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. അന്ന് ഇടതു മുന്നണിക്കും CPM-നും ഉണ്ടായിരുന്നു പ്രകടന പത്രിക. ഇപ്പോൾ അവർ പ്രോഗ്രസ് കാർഡ് എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നുണ്ടല്ലോ, അതുപോലെ ഒരെണ്ണം. അതിലെവിടെയും ഈ പദ്ധതിയെ കുറിച്ച് പരാമർശിച്ചിട്ട് പോലുമില്ല. അതായത് കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയെ യാതൊരു എളുപ്പമില്ലാതെ സ്വന്തം പോരാട്ടമായിട്ട് അവതരിപ്പിക്കുന്നു. ഇത് നടപ്പാക്കിയില്ലെങ്കിൽ ഇപ്പൊ പിന്തുണ പിൻവലിക്കുമെന്ന ഇവരുടെ ഭീഷണി കേട്ട് മുട്ട വിറച്ചാണ് ഈ പദ്ധതി കൊണ്ടുവന്നതെന്നാണ് ടീച്ചർ തട്ടിവിടുന്നത്. ഇവരുടെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള മുൻകാല പോരാട്ട കഥകൾ പലതും ഇത്തരത്തിലുള്ളതാണോ എന്നും ആളുകൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ തന്നെയാണെങ്കിലും ആദ്യത്തെ നുണ അവിടെ വീണു. ഇതൊന്നും കൊണ്ട് തീർന്നിട്ടില്ല, അടുത്തതാണ് അതിനേക്കാൾ മാരകമായിട്ടുള്ളത്. ഓണത്തിന് ചെറിയ തുക ബോണസ് ആയിട്ട് കേരളത്തിൽ മാത്രമാണ് നൽകുന്നത്, മറ്റുമുള്ള സംസ്ഥാനങ്ങളിലൊന്നും അത്തരം പരിപാടിയേ ഇല്ല എന്നും ഇടത് സർക്കാർ ആയതുകൊണ്ടാണ് അത് നൽകുന്നതുമെന്നുമാണ് ടീച്ചറുടെ വാദം. ഓണം എന്നത് കേരളത്തിൽ മാത്രമാണെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ അതാത് പ്രദേശത്തെ ഉത്സവങ്ങളിൽ സർക്കാരുകൾ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആനുകൂല്യങ്ങൾ നൽകാറുണ്ടെന്നതും ടീച്ചർക്ക് അറിയാത്തതാവില്ല. സ്ക്രിപ്റ്റിൽ ഇല്ലാത്തത് പറഞ്ഞാൽ പണിയാവില്ലേ? അതുകൊണ്ടാണ്. പാവം ടീച്ചറെ ആരും സംശയിക്കരുത്. അവസാനം കേരള സർക്കാർ ശാഠ്യം പിടിച്ച് കേന്ദ്രത്തിനെ കുത്തനെ പിടിച്ച് പൈസ വാങ്ങി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് തന്നെ നടപ്പാക്കുമെന്നും ടീച്ചർ അവരോട് പറയുന്നു. എങ്ങനെയുണ്ട്? ഇങ്ങനെ പാവങ്ങളെ പറ്റിക്കാൻ ഇവർക്ക് യാതൊരു മടിയില്ല എന്നതാണ് ഏറെ ദുഃഖകരമായിട്ടുള്ള കാര്യം. തൊഴിലുറപ്പ് പദ്ധതി പുതിയ പേരിൽ തുടരുന്നുണ്ട്. മാത്രമല്ല, ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തെ കാണുന്നും കേന്ദ്രത്തിൽ 3 കൊല്ലം കൂടി ഈ സർക്കാർ തന്നെയാണ് തുടരുകയെന്നും ഇവർക്കറിയാമല്ലോ. ശാഠ്യം പിടിക്കാനായിട്ട് ആകെ വിരലിൽ എണ്ണാവുന്ന MP-മാർ പോലും ഇല്ലാത്ത പാർട്ടിയാണ് കേന്ദ്ര സർക്കാരിനെ മുട്ടുകുത്തിക്കുമെന്നെല്ലാം ഈ പാവങ്ങളോട് വെച്ച് കാച്ചുന്നത്. ശാഠ്യം പിടിച്ച PM ശ്രീ പദ്ധതിയുടെ അവസ്ഥയൊക്കെ കേരളീയർ കണ്ടു കഴിഞ്ഞതാണ്. അതിലൂടെ ഇവരുടെ ശാഠ്യം എത്രയുണ്ട് എന്നതും. ഇത് കേരളമാണ്, ഇവിടെ സംഘപരിവാറിന്റെ തിട്ടൂരമൊന്നും നടക്കില്ല എന്ന് പുറത്ത് വെല്ലുവിളി നടത്തിയ ശേഷം സ്വന്തം സഖ്യകക്ഷികളെ പോട്ടെ, വകുപ്പ് മന്ത്രിയെ പോലും അറിയിക്കാതെയാണ് തലയിൽ മുണ്ടിട്ട് PM ശ്രീയിൽ ഒപ്പുവെച്ചത്. ടീച്ചർ പിന്നാലെ പെൻഷൻ കാര്യമൊക്കെ പറഞ്ഞ ശേഷം എതിർ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് ജാതിയും മതവും പറഞ്ഞ് ലഹള ഉണ്ടാക്കുന്നവരാണ് അവരെന്നും പറയുന്നുണ്ട്. എന്താണെങ്കിലും CPM കേരളത്തിൽ ഇതൊന്നും നടത്താത്ത പാവങ്ങളാണെന്നത് ആ പാവം തൊഴിലാളികള് വിശ്വസിക്കുമോ എന്നറിയില്ല. പക്ഷേ കേരളത്തിലെ വിവരവും ബോധവുമുള്ള ജനത ഇത് കേട്ടാൽ ചിരിച്ചു മരിക്കും. സത്യത്തിൽ സംഭവിച്ചതും അത് തന്നെയാണ്. വളരെ നിഷ്കളങ്കമായിട്ടുള്ള തൊഴിലാളികളെയും പമ്പര വിഡ്ഢികളായ അണികളെയും പറ്റിക്കുന്ന പോലെ പ്രബുദ്ധരായ മലയാളികളെ പറ്റിക്കാനാവില്ല. അവർ ടീച്ചറുടെ നാടകം എടുത്ത് ഭിത്തിയിലൊട്ടിച്ചു. ട്രോളന്മാർക്ക് 2 ദിവസത്തേക്കുള്ള ഉത്സവമായി. ഒടുവിൽ തൊഴിലുറപ്പ് എന്താണെന്നും അതിൽ CPM എന്ന പാർട്ടിക്ക് യാതൊരു റോളും ഇല്ല എന്നും നാട്ടുകാർ അറിയുകയും ചെയ്തു. ഫലത്തിൽ വെളുക്കാൻ തേച്ചത് പാണ്ട എന്ന് പറയുന്നത് തന്നെയായിരിക്കും നല്ലത്.
കോൺഗ്രസ് സൈബർ ടീമുകളാണ് ഇത് കൂടുതലായിട്ട് ആഘോഷിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ ഇത് സംബന്ധിച്ച പോസ്റ്റ് ഇടുകയും 10,000-കണക്കിന് ആളുകൾ അത് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ടി.ബി. ബൽറാമും ഇതിന്റെ നുണക്കഥ പൊളിച്ചെഴുതിയിട്ടുണ്ട്. ടീച്ചർ എയറിലായെന്ന് മനസ്സിലാക്കിയ ഇടത് സൈബർ ഹാൻഡിലുകൾ ഇതിനെ ലഘൂകരിക്കുവാനും തിരികെ ആക്രമിക്കുവാനും പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് ടീച്ചറെ കൂടുതൽ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ. ശൈലജ ടീച്ചർ എന്നത് കേവലം PR വർക്കിലൂടെ വളർത്തിയെടുത്ത ഒരു നീർക്കുമളയാണെന്നാണ് കഴിഞ്ഞ തവണ വടകര ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 1,00,000-ൽ പരം വോട്ടുകൾക്ക് തോറ്റതോടെ തെളിഞ്ഞതാണ്. എങ്കിലും CPM അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് അവരെ തന്നെയാണ് പൊടി തട്ടി മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അതിനുള്ള ശ്രമമാണ് ഈ വീഡിയോയും. അതിനു മുൻപ് നിയമസഭയിൽ നിന്നിറങ്ങി വന്നപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുവാൻ അവരെ നിയോഗിച്ചതും എല്ലാം. എന്താണെങ്കിലും ശൈലജ ടീച്ചറെയാണ് മുൻനിർത്തുന്നതെങ്കിൽ അതോടെ എതിരാളികൾക്ക് കുറച്ചുകൂടി എളുപ്പമാകും സംഗതികൾ. കോവിഡ് കാലത്തെ കൊള്ളകളൊന്നും തന്നെ വേണ്ട, പ്രാധാന്യത്തോടെ കേരളം ചർച്ച ചെയ്തിട്ടില്ല. ശബരിമല കൊള്ളയേക്കാൾ വലിയ കൊള്ളയാണ് കോവിഡിന്റെ മറവിലെന്ന് നടന്നത്. അതെല്ലാം ഒന്നുകൂടി ചർച്ചാ വിഷയമാകുന്നതോടെ ഇടതുമുന്നണിയുടെ മൂന്നാം മോഹം ഏകദേശം പൂട്ടിക്കിട്ടേണ്ട അവസ്ഥ വരും.